Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ മാർച്ച് മാസം എന്ന് പറയുന്നത് നമ്മുടെ വുമൻസ് ഡേ സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി തന്നെ നമ്മുടെ മണി വ്യൂ ലോൺസിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് അവർ വുമൻസ് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവരുടെ ഓഫറിൽ നമുക്ക് ഫസ്റ്റ് EMI ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു ഓഫറും കാര്യങ്ങളൊക്കെ ഇറക്കി തന്നു. അപ്പോൾ നിങ്ങളൊരു ഓൺലൈൻ പേഴ്സണൽ ലോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കിട്ടാവുന്ന ഒരു സംഭവമാണ് മണി വ്യൂ ലോൺസ്. RBI അപ്രൂവ്ഡ് ആണ്, സേഫാണ്, സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ 5K തൊട്ട് 5 lakh വരെ ഒരു ഓൺലൈൻ ലോൺ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിസ്ക്രിപ്ഷനിൽ. ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടു നോക്കുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാനും മറക്കണ്ട കേട്ടോ. 2 സൈഡിലൊന്നും തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ കയറി കഴിഞ്ഞാൽ കിട്ടും ഈസി ആയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വുമൻസ് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ടോപ്പ് 4 ക്രെഡിറ്റ് കാർഡ് ഫോർ വുമൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതല്ല, ഇത് ആക്ച്വലി നമ്മുടെ എന്താ പറയുക ഈ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ട്രേഡ് അനാലിസ്റ്റ് കൂടിയിട്ട് സെലക്ട് ചെയ്തേക്കുന്ന 4 ക്രെഡിറ്റ് കാർഡ്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതും ബേസിക് ക്രെഡിറ്റ് കാർഡുകളാണ്, അതായത് എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡുകളാണ്. നമ്മുടെ സ്പെൻഡിങ് പാറ്റേൺസ് ഒക്കെ വെച്ചിട്ടാണ് ആക്ച്വലി ഇവർ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ എന്താ പറയുക പ്രീമിയം ക്രെഡിറ്റ് കാർഡ്സുകളൊന്നും വരുന്നില്ല. ആകെ 4 എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ ബേസിക് ക്രെഡിറ്റ് കാർഡ്സുകൾ, അതായത് അവരുടെ ഏത് ബാങ്കിൻ്റെ ആയാലും അതിൻ്റെ സ്റ്റാർട്ടിംഗ് ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ വെച്ച് നമ്മൾ ആമസോൺ എന്ന് പറയുന്നതാണ് ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 2ാം ചാനൽ കാണാത്തവരും മറക്കണ്ട, ലേൺ വിത്ത് GHS എന്ന ചാനലാണ്. നമ്മളതിൽ എന്താ പറയുക ഫൈനാൻഷ്യൽ ന്യൂസും അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കേണ്ടത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ അതും ഫോളോ ചെയ്യാൻ മറക്കേണ്ടല്ല. അതിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇഷ്ടംപോലെ അത്യാവശ്യം നമ്മുടെ ഫീമെയിൽ വ്യൂവേഴ്സിൻ്റെ നിന്ന് കമൻസും അതുപോലെ തന്നെ സംശയങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെൻസിൻ്റെയാണ് കൂടുതൽ വരുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ യൂട്യൂബിൽ തന്നെ ഏറ്റവും വ്യൂവർഷിപ്പ് വരുന്ന ഇപ്പോൾ ഫീമെയിൽ വ്യൂവർഷിപ്പ് വരുന്നത് കോമഡി, എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ ഫാഷൻ അങ്ങനത്തെ സംഭവത്തിലേക്കാണ് ആക്ച്വലി ഫീമെയിൽ വ്യൂവർഷിപ്പ് കൂടുതൽ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ഇതും ടെക് ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ ഫൈനാൻഷ്യൽ സംഭവങ്ങളായാലും എല്ലാം അപ്ഡേറ്റ് ആയിരിക്കണം. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ കാലത്തിൽ ഇഷ്ടം പോലെ സ്പാംസും അതുപോലെ തന്നെ ഫ്രോഡ്സിലും ചെറിയ ഇഷ്ടം പോലെ ഫീമെയിൽ ആൾക്കാർ പെടുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ എന്താ പറയുക ടെക്കും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിരിക്കാൻ നമുക്ക് ഇങ്ങനത്തെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട. അതുപോലെ തന്നെ എൻ്റെ ചാനൽ മാത്രമല്ല എല്ലാ ചാനലും കാണണം. അതുപോലെ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ ന്യൂസ് മാത്രം വിട്ട് നിൽക്കണം വെച്ചാൽ കുറേ ഇൻട്രസ്റ്റ് ഇല്ല കുറേ പേർക്ക്, അതുകൊണ്ടാണ് ഇതിൻ്റെ കുഴപ്പം വരുന്നത്. അപ്പോൾ ഇത് അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലും ഇത് ആക്ച്വലി യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ആമസോൺ ICC ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ആമസോൺ പേ ICC ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ആമസോണും അതുപോലെ തന്നെ ICC ബാങ്കും കൂടി ടൈപ്പ് ചെയ്ത് ഇറക്കിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡ്. ഇത് ആക്ച്വലി ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ്, അതായത് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. ഇപ്പോൾ എൻ്റെ ഉണ്ട് ഈ കാർഡ്, എൻ്റെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ കിട്ടിയിട്ട് ഒരു 1 year ഒക്കെ ആവാറായി, 1 year കഴിഞ്ഞുണ്ട്. നമുക്ക് എൻ്റെ ICC ബാങ്കിൻ്റെ 2 ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ആരാണെങ്കിൽ നമുക്ക് അറിയായിരിക്കും, നമ്മൾ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ കാണാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങളൊരു ആമസോൺ യൂസർ ആണെങ്കിൽ എന്തായാലും എടുത്ത് വെക്കേണ്ട ഒരു ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. എന്താ വെച്ചാൽ നമുക്ക് നിങ്ങളൊരു പ്രൈം മെമ്പർ ആണെങ്കിൽ 5% ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും നമ്മുടെ ആമസോണിൽ നിന്ന് അക്സെപ്റ്റ് റീചാർജ് അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിനും നമുക്ക് 1% കിട്ടും. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഇതിന് നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ റിഡീം ചെയ്യാൻ എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഡയറക്റ്റ് നമ്മുടെ ബിൽ പേയ്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് 2ാമത്തെ ദിവസം നമുക്ക് നമ്മുടെ ആമസോൺ പേ ബാലൻസിൽ ഇത് ക്രെഡിറ്റ് ആയിക്കോളും. അപ്പോൾ സംഭവം സൂപ്പറാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആമസോൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആമസോണിൻ്റെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിൽ കമ്പാരിറ്റീവ്ലി നോർമൽ ബാക്കിയെല്ലാം ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂടുതൽ കിട്ടും. അതൊരു എന്താ പറയുക ഒരു ഹൈലൈറ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ 2ാമത് പറയാൻ പോകുന്നത് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാത്തവർക്കും ആക്ച്വലി എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കിതിൽ നോർമൽ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡുകൾ നമ്മൾ അതർ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ 1% കിട്ടാറ്, ഇതിൽ നമുക്ക് 2% ഉണ്ട് കേട്ടോ. അതൊരു ബെനിഫിറ്റാണ്. 2% വരെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ റിവാർഡ് പോയിന്റ്സ് നമുക്ക് ഇതിൽ കിട്ടും. പിന്നെ ബാക്കി 5% നമുക്ക് ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടും. എന്താ വെച്ചാൽ നമുക്ക് മിന്ത്ര എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫാഷൻ സംഭവമാണ്. അപ്പോൾ ഇഷ്ടംപോലെ എന്താ പറയുക ഗേൾസും അതുപോലെ തന്നെ ഫീമെയിൽ യൂസേഴ്സൊക്കെ ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യുന്ന സംഭവമാണ് മിന്ത്ര ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും ആമസോൺ ആയാലും.
ഇഷ്ടംപോലെ പർച്ചേസിങ്ങുകളൊക്കെ വരുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സെയിൽസിലും ടൈമിലൊക്കെ. അത് നിങ്ങൾക്ക് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് നല്ല ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ പറ്റും. 5% ക്യാഷ് ബാക്ക് കിട്ടും. അതുപോലെ തന്നെ 4% ക്യാഷ് ബാക്ക് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ട്നേഴ്സായിട്ട് സ്വിഗ്ഗി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, 1mg ഇതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. ഇതിന് പക്ഷേ ലൈഫ് ടൈം ഫ്രീ കാർഡല്ല, നമുക്ക് ഇതിന് 500 രൂപ ജോയിനിങ് ഫീസും വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ആനുവൽ ഫീസും വരുന്നുണ്ട്. ഇത് നമുക്ക് 4 കോംപ്ലിമെൻ്ററി ലോഞ്ചസും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കൊല്ലത്തിലിട്ടാ. അപ്പോൾ അതും നല്ലൊരു കാർഡ് തന്നെയാണ്. പിന്നെ നമ്മൾ പറയാവുന്ന മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിൻ്റെ മൈസോൺ ക്രെഡിറ്റ് കാർഡാണ്. അതിൻ്റെ നമ്മൾ ഒരു അപ്ലൈ പ്രൊസീജിയറും അതുപോലെ തന്നെ നമ്മുടെ റെഫറൽ ലിങ്കും അയാളൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് റീസെൻ്റ്ലി. അത് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് കയറി അപ്ലൈ ചെയ്യാം. നമുക്ക് നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ അത് ആക്ച്വലി ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനും അത്യാവശ്യം നല്ല ബെനിഫിറ്റും തരുന്ന ഒരു ബേസിക് കാർഡ് തന്നെയാണ് ആക്സിസ് ബാങ്കിൻ്റെ. ഇതിൽ നമുക്ക് ജോയിൻ ഫീസും ആനുവൽ ഫീസും 500 വരുന്നുണ്ട്. പക്ഷേ നമുക്കിതിൽ വെൽക്കം ബെനിഫിറ്റ് പോലെ നമുക്ക് സോണി 11 സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതുപോലെ തന്നെ ജിയോയിൽ നമുക്ക് 600 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പേടിഎമ്മിൽ നമുക്ക് ബൈ 1 ഗെറ്റ് 1 ഫ്രീ മൂവി ടിക്കറ്റ്സ് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ ഓഫേഴ്സ് നമുക്ക് ഇതിൽ തരുന്നുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് കോംപ്ലിമെൻ്ററി ലോഞ്ച് എയർപോർട്ട് ലോഞ്ചസും കിട്ടുന്നുണ്ട്. അത് സെയിം ആണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ. പിന്നെ നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്നത് നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് എടുക്കാണ്. അതും ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ ഇപ്പോൾ കയ്യിലിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആമസോൺ കാർഡൊക്കെ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഞാൻ ആക്ച്വലി എൻ്റെ വേറെ പേഴ്സിൽ വെച്ചേക്കാണ്. എൻ്റെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. ഇതാണ് നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് എടുക്കുക. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ എന്ത് പർച്ചേസ് ചെയ്താലും ഓൺലൈൻ പർച്ചേസ് ചെയ്താലും നമുക്ക് 5% ക്യാഷ് ബാക്ക് ഇടുന്നുണ്ട്. ഫ്ലിപ്കാർട്ട് ആയാലും ആമസോൺ ആയാലും എന്ത് സ്വിഗ്ഗി ആയാലും എന്തായാലും നമുക്ക് ക്യാഷ് ബാക്ക് ഇതിൽ അതും നമ്മുടെ സെയിം ആമസോണിൻ്റെ പോലെ തന്നെയാണ്. നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ക്രെഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് ക്രെഡിറ്റ് ആവുക. പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ജോയിനിങ് ഫീസ് ഇപ്പോൾ തൽക്കാലം ഇല്ല. പക്ഷേ ഇനി അങ്ങോട്ട് വരും കേട്ടോ. 999 പ്ലസ് GST ആണ് വരുന്നത്. ആനുവൽ ഫീസ് 999 പ്ലസ് GST ആണ് ഇതിൽ വരുന്നത്. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് എയർപോർട്ട് ലോഞ്ചസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. 1% ഫ്യൂവൽ ചാർജ് വേവ് ഓഫ് ഇടുന്നുണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പിന്നെ ബാക്കി നമ്മൾ ഈ ഒരു 4 കാർഡാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ ആക്ച്വലി അവരുടെ ലിസ്റ്റിൽ അവർ നമ്മുടെ എന്താ പറയുക അമേരിക്കൻ എക്സ്പ്രസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ സർവീസോ ഡെലിവറിയോ അതേപോലെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ആമസോൺ കാർഡ് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കാണിച്ചു തരണ്ടേ. ആമസോൺ കാർഡിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇങ്ങനെ സുഖമായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡ് വെക്കാനുള്ള പൈസ വേറെ സെപ്പറേറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മളതിൽ കുറേ ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ ഇത് എടുത്തിങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മുമ്പിലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്യാഷ് ബാക്ക് കാർഡ് കാണിച്ച പോലെ ഇങ്ങനെ എടുത്ത് സുഖമായിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എവിടെ പോയി ആണല്ലോ. ഓക്കെ, ഇതാണ് ഇതിൽ ഡീറ്റെയിൽസ് വരുന്നതാണ് കുഴപ്പം. ഇതാണ് നമ്മുടെ ആമസോണിൻ്റെ കാർഡ് വരുന്നത്. ആമസോൺ ICC ക്രെഡിറ്റ് കാർഡ്. ഇത് നല്ല സംഭവമാണ്. ഞാൻ ആമസോൺ സുഖമായിട്ട് സൂപ്പറായിട്ട് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. നമ്മുടെ മാക്ബുക്ക് ഞാൻ പർച്ചേസ് ചെയ്ത് ഇത് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഐഫോൺ ഞാൻ ഓഫ്ലൈനായിരുന്നു. ഐഫോൺ പിന്നെ നമ്മുടെ ഇയർപോഡാണ് നമ്മൾ ആക്ച്വലി ഓഫ്ലൈൻ വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ഇപ്പോൾ ക്യാമറാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഇത് കൂടെ വാങ്ങിച്ചത്. നമുക്ക് ഈ കറക്റ്റ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ഔട്ട് ആമസോൺ പേ ബാലൻസിൽ. സൂപ്പർ സംഭവമാണ്. എനിക്ക് അതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലൈഫ് ടൈം ഫ്രീ ആണ്. ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ആനുവൽ ചാർജും ഇല്ല, ജോയിനിങ് ചാർജും ഇല്ല, ഒന്നുമില്ല. പിന്നെ ആവശ്യമില്ലാത്ത ഹിഡൻ ചാർജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാർഡ്, 1 ഓഫ് ദ കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതിന് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് കുഴപ്പം വരുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ടോപ്പ് 4 ക്രെഡിറ്റ് കാർഡ്സ് ഫോർ വുമൻ. നമ്മുടെ വുമൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. 2ാം ചാനൽ കാണാത്ത പോയി കണ്ടു. ലേൺ വിത്ത് GH എന്നൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളതിൽ ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സും അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, അതിൽ നമ്മൾ ഫാഷൻ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ റിവ്യൂ പോലെ നമ്മൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാണാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം.